الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ബഹുമാന്യരായ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും നമുക്കെല്ലാം റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്നവനും സ്വർഗ നരകങ്ങളെല്ലാം സംവിധാനിക്കുകയും എല്ലാം ചെയ്ത റബ്ബുൽ ആലമീൻ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ഏറെ ഗൗരവത്തോടെ മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ഖൈറിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൻ്റെ അഹലുകാരനായി മാറാൻ അധ്വാനിക്കുന്ന നല്ല മുഅ്മിനുകളായി മാറാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ഉന്നതമായ ഫിർദൗസിൻ്റെ മഹത്തരമായ സ്ഥാനത്തെത്താനുള്ള മുത്തഖീങ്ങളുടെ ജീവിതത്തെ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് റബീഉൽ അവ്വൽ 8 റബീഉൽ അവ്വൽ 12 നാട്ടിലെങ്ങും ആഘോഷങ്ങളുടെ ഒരു സമയമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഖുത്ബ ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്കെല്ലാം ഓർമ്മയിലുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് തന്നെ ബാക്കി ഭാഗം പറയാൻ ആഗ്രഹിക്കാം. ഓരോ ആഴ്ചയിലും നമ്മൾ പഠിക്കുന്ന കേൾക്കുന്ന അറിവ് എന്നുള്ളത് ഏതെങ്കിലും കിതാബുകളെ അടിസ്ഥാനമാക്കിയല്ല എന്നും അള്ളാന്റെ കലാമ് വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹീന്റെ സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന തികഞ്ഞ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈമാനിനെ യഖീൻ ഉറപ്പിക്കാനുള്ള വഴിയുണ്ട്. ഇവിടെ ലോകത്ത് ഒരു മനുഷ്യനും ഒരു പ്രസ്ഥാനക്കാരും ഒരു ആദർശക്കാരും പറയുന്നില്ല പ്രവാചകനെ സ്നേഹിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു പ്രസ്ഥാനക്കാർ അവരാരും പ്രവാചകനെ ഇവിടെ ആരും സ്നേഹിക്കാൻ പാടില്ല എന്ന് ഒരു അഭിപ്രായ വ്യത്യാസവും ലോകത്ത് ഒരു ശക്തിക്കുമില്ല. പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം വന്നത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അതിന്റെ 3 തരം സ്നേഹപ്രകടനങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ ഒരു 90% മനുഷ്യരുടെ മനസ്സിലുള്ള ഒരവസ്ഥ, ഞാൻ സ്നേഹിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നത് റബീഉൽ അവ്വൽ 1 മുതൽ നമ്മുടെ നാട്ടിൽ അതിന്റെ വ്യത്യാസം കണ്ടു തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ ഇസ്ലാം കർശനമായി വിലക്കിയ കാര്യങ്ങൾ വരെ ചെയ്തുകൊണ്ട് ഇസ്ലാമിനോട് അരിശം തീർക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധേനയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആടലും പാടലുമായി
അത് പഠിച്ചും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നിബിതങ്ങൾ പഠിപ്പിച്ച സഞ്ചരിച്ച വഴിയിൽ നിന്ന് ബഹുദൂരം അകലേക്ക് മാറി സഞ്ചരിച്ചിട്ട് പറയുന്നു, ഞങ്ങൾ നബിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഖുത്ബ കേൾക്കുന്ന ഒരുപക്ഷെ ഇന്ന് ആദ്യമായി നമ്മുടെ ഈ പള്ളിയിൽ വന്ന മനുഷ്യന്മാരുണ്ടാകും. നിങ്ങൾ പഠിക്കണമെന്ന താല്പര്യത്താലാണ് ഞാൻ സംസാരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ഉദ്ധരണികളോ ഏതെങ്കിലും ഒരു വാക്കോ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നമ്മളെല്ലാം വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 110-ാമത്തെ ആയത്ത്, അവസാനത്തെ ആയത്ത് എന്താണല്ലോ പറയുന്നത്? നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്ന വാക്കെന്താ? ഖുൽ നബിയേ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. തിന്നുന്ന കുടിക്കുന്ന എല്ലാം കൊണ്ടും ഒരു മനുഷ്യൻ തന്നെയാണ്. പിന്നെ എന്റെ പ്രത്യേകത എന്താ? യുഹാ ഇലയ്യ, എനിക്ക് അല്ലാഹുവിന്റെ വഹയി വരുന്ന പ്രവാചകനാണ്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, അല്ലാഹുവല്ലാതെ വേറെ ഒരു ആരാധ്യനില്ല എന്ന് പ്രഖ്യാപിക്കുന്ന വഹയി എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹനെ കണ്ടുമുട്ടണം, സ്വർഗം കണ്ടെത്താൻ കഴിയണം, സ്വർഗത്തിൽ അല്ലാഹനെ നേർക്കുനേരെ കാണണമെന്ന് ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ, പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണ് അയാൾ ചെയ്യേണ്ടത്? അയാൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കട്ടെ. എന്താ സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും തനിക്ക് തോന്നിയതെല്ലാം ചെയ്യുന്നത് സൽക്കർമ്മമാകുമോ? ഒരാൾ സുബഹി പോയി 4 റക്അത്ത് നമസ്കരിച്ചാൽ അത് സൽക്കർമ്മമാകുമോ? ഒരാൾ ളുഹർ 5 റക്അത്ത് നമസ്കരിച്ചാൽ അത് സൽക്കർമ്മമാകുമോ? അതുകൊണ്ടാണ് ഖുർആൻ അമലു സ്വാലിഹാത്ത് പറഞ്ഞത്. സൽക്കർമ്മമാകണമെങ്കിൽ ദീൻ പഠിപ്പിച്ചതായിരിക്കണം, പ്രവാചകന്റെ മാതൃകയുള്ളതായിരിക്കണം, സ്വഹാബത്തിന്റെ അംഗീകാരമുള്ളതായിരിക്കണം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, റബ്ബിനെ കണ്ടുമുട്ടിയിട്ട് സ്വർഗം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല പോലെ സൽക്കർമ്മം ചെയ്യണം. ഒന്നുകൂടി പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിൽ അല്ലാഹുവിൽ ഒരു നിലക്കും പങ്കു ചേർക്കുന്ന ഒന്നും അവന്റെ ഇബാദത്തിൽ വരാൻ പാടില്ല, ശിർക്ക് വരാൻ പാടില്ല. സ്വർഗം കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇബാദത്തിൽ ഒരിക്കലും ശിർക്കിന്റെ വിശ്വാസം പോലും കടന്നു വരാൻ പാടില്ല. ഇതാണ് എല്ലാ വെള്ളിയാഴ്ചയിലും അൽ കഹ്ഫ് ഓതി അവസാനിപ്പിക്കുമ്പോൾ, സമാധാനത്തോടെ നമ്മളത് പൂർത്തിയാക്കുമ്പോൾ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന വാക്ക് അതാണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിം ഉമ്മത്തിന് ഏറെ വേദനിക്കുന്ന റബീഉൽ അവ്വൽ 12 നബിതങ്ങളുടെ വഫാത്തിന്റെ ദിവസം, ആ വഫാത്തിന്റെ ദിവസങ്ങൾ വേദനിച്ച നബിതങ്ങൾ, രോഗബാധിതനായി പ്രയാസപ്പെട്ട, മദീന മുഴുവൻ കരഞ്ഞ് തേങ്ങിയ, സങ്കടപ്പെട്ടു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ ഒന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. എന്തൊരു പ്രവാചക സ്നേഹിയായിരുന്നു, എന്തൊരു ഹബ്ബുർ റസൂലായിരുന്നു, എന്തൊരു ഇഷ്കുർ റസൂലായിരുന്നു. എങ്കിൽ നമ്മളൊക്കെ എന്താ നാട്ടിൽ ഓരോരോ പേരുകൾ ഇട്ടുകൊണ്ടാണ് അവർ ഓരോ വർഷങ്ങളിലും വ്യത്യസ്ത ക്യാമ്പയിനുകളായി സുറൂറേ റസൂൽ, ഇഷ്കേ റസൂൽ, മദ്ഹേ റസൂൽ, മദീനേ റസൂൽ എന്തെല്ലാം പേരുകൾ ഇട്ടുകൊണ്ട് പറയുന്നത് എന്തിനെ പറ്റിയാണ്? വഫാത്തിനെ കുറിച്ചല്ല, ജനനത്തെ കുറിച്ചാണ്. ഏറെ അത്ഭുതപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അറബി ഖുത്ബയുണ്ടല്ലോ, ആർക്കും പറ്റും. നിങ്ങൾ പള്ളിയിൽ, നമ്മുടെ നാട്ടിലത്തെ പള്ളിയിൽ ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ, വരിസംഖ്യ മാസം മാസം കൊടുക്കുന്നുണ്ടോ, പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, ആർക്കും പറ്റും, പോയി ചോദിക്കാം. ആ പള്ളിയിൽ അറബിയിൽ ഓതുന്ന, പള്ളിയിലെ വെള്ളിയാഴ്ച ഓതുന്ന ഖുത്ബന്റെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ പള്ളിയിലെ കിതാബിൽ അറബിയിൽ ആളുകൾ ഓതുന്ന യാ മഅ്ശറൽ മുസ്ലിമീൻ എന്നൊക്കെ പറഞ്ഞ് വാളും പിടിച്ചിട്ട് എന്തോ പറയുന്നുണ്ടല്ലോ. ആ പറയുന്ന വെള്ളിയാഴ്ചയിലെ റബീഉൽ അവ്വലിലെ 5 ഖുത്ബന്റെ ഹെഡിങ് വായിച്ചോക്ക്. ഒന്നാമത്തെ ഹെഡിങ് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പർമന്ന് ആ മനുഷ്യൻ അറബിയിൽ ഓതുന്ന കിതാബിന്റെ ഉള്ളിലത്തെ ഒന്നാമത്തെ പാടെന്താ? നബിന്റെ മരണം. രണ്ടാമത്തെ വെള്ളിയാഴ്ചയിൽ ഖുത്ബന്റെ ഹെഡിങ് വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മരണം. രണ്ടാം ഭാഗമാണ്, ആദ്യം പറഞ്ഞ ആഴ്ചന്റെ ബാക്കി. മൂന്നാമത്തെ വെള്ളിയാഴ്ചത്തെ ഹെഡിങ്ങിന്റെ തലക്കെട്ട് കാലത്തിൻ്റെതായ കളികൾ, നബിന്റെ മരണത്തിന്റെ ബാക്കി രംഗം വിശദീകരിക്കുക. എന്റെ മലയാള പരിഭാഷയാണ് ഞാൻ വായിച്ചത്.
നാലാമത്തെ വെള്ളിയാഴ്ച റബീഉൽ അവ്വലിൽ കാലത്തിന്റെ കളികളും ഖിയാമത്ത് നാളും. എന്റെ പരിഭാഷ ഉണ്ട് മലയാളത്തിൽ. അതാണ് നാലാമത്തെ ആഴ്ച. അഞ്ചാമത്തെ ആഴ്ച ആ പള്ളിയിൽ നിന്ന് കേൾക്കുന്നത് അൽ മൗത്ത് വൽ യൗമുൽ ആഖിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തൊക്കെ പഠിപ്പിച്ചിട്ട് അഞ്ചാമത്തെ വെള്ളിയാഴ്ച പഠിപ്പിക്കാണ് മരണം, പരലോകം. ഒരൊറ്റ ആഴ്ച ചർച്ച പോലും ഇല്ല വെള്ളിയാഴ്ച. ആ മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പോത്തിനിറക്കണോ, പായസം കൊടുക്കണോ, ദഫ് മുട്ടണോ, ഡീജ വേണോ, പള്ളി അലങ്കരിക്കണോ, ലൈറ്റ് ഓൺ ആക്കണോ എന്ന് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഖുത്ബയും ഈ മനുഷ്യരും തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ തിരിച്ചറിയാം. ഇത് പഠിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയിട്ട് നമുക്കിത് പറയാൻ കഴിയുന്നില്ല. ഈ കോലത്തിൽ നേർവിപരീതം സംസാരിക്കുക, നേർവിപരീതം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതിനെ ഏറ്റുപിടിക്കുക. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ആദർശത്തിന് വിരുദ്ധമായി പള്ളികളിലൂടെ 1-ാം തീയതി മുതൽ റബീഉൽ അവ്വൽ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കൃതി മങ്കുസ് മൗലിദാണ്. എല്ലാം പറയണ്ടല്ലോ, നമുക്ക് സാമ്പിൾ മതിയല്ലോ മനസ്സിലാക്കാൻ. ബുദ്ധിയുള്ള ആൾക്കാർക്ക് സൂചന മതി, കുറച്ചു കൊടുത്താൽ മതി. മങ്കുസ് മൗലിദ് എന്ന കിതാബാണ് കാര്യമായി പള്ളികളിൽ ഓതാറുള്ളത്. കേരളത്തിലെ പല വീടുകളിലും സർവ്വസാധാരണമായി ഇന്ന് കേൾക്കാറുണ്ട്. ആ വാചകത്തിന്റെ, ആ മങ്കുസ് മൗലിദിന്റെ കിതാബിന്റെ ഉള്ളു തുറന്നിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെല്ലുന്നതിന്റെ അർത്ഥം അറിയോ? യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കന്മാരുടെ നേതാവേ, അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെക്ക് സംരക്ഷണം നൽകണം നബിയെ, നിങ്ങൾ എന്നെ സംരക്ഷിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ്. എന്റെ ലക്ഷ്യം നേടുന്നതിൽ എന്നെ നിരാശപ്പെടുത്തല്ല നബിയെ, എന്നെ സഹായിക്കണം. നമ്മളൊക്കെ എന്താ പറയല്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് നബി സ്നേഹമല്ല, ഇത് വലിയ അബദ്ധത്തിലേക്കാ പോണത്. ഇർതകബതു അലൽ ഖതാ പോലെയുള്ള വാചകങ്ങൾ അടങ്ങിയ മങ്കുസ് മൗലിദ് പള്ളി എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നബിനോട് തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി അതുമാത്രമല്ല, പച്ചയായ കളവാണ് മങ്കുസ് മൗലിദിലൂടെ ലോകത്ത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇമാം ഷാഫി ഹനഫി ഉണ്ടാക്കിയതൊന്നല്ല. പിൽക്കാലത്ത് ഓരോരുത്തർ കെട്ടിച്ചമച്ചുണ്ടായിരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കിതാബ് കിട്ടുമെങ്കിൽ വായിച്ചു നോക്ക്. എൻ്റെ കൈകളിൽ അതുണ്ട്. ആ കിതാബിന്റെ ഒന്നാമത്തെ പേജ് ആകെ 3 ലൈനാണ് അതിലുണ്ടാവുക. ആ 3 ലൈനിൽ 2 കളവാണ്. അത് മൊത്തം വായിച്ചു കഴിയുമ്പോൾ ഏകദേശം 50 കളവുകൾ നിങ്ങൾക്ക് എണ്ണിത്തരാം. ഒരൊറ്റക്ക് ഇത് പള്ളിന്ന് ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബ്. അതിന്റെ ഒന്നാമത്തെ കളവെന്താ? ലോകം പടക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങളുടെ പ്രകാശം പടച്ചിട്ടുണ്ട്. എവിടെ? ഏത് കിതാബിൽ? ഏത് വഹയിൽ? നബിന്റെ ഏത് സംസാരത്തിൽ? എവിടുന്നാണ് നമുക്കത് കിട്ടേണ്ടത്? നമുക്ക് തോന്നിയത് വിളിച്ചു പറയാൻ പറ്റുമോ നബിന്റെ പേര് പറഞ്ഞിട്ട്? നബിന്റെ പ്രകാശം കൊണ്ടാണ് ലോകം പടക്കുന്നതിന് മുമ്പ് നബി പ്രകാശം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ കളവ് അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വെച്ചിട്ട് തവസ്സുലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കളവ് ആദ്യ നബിന്റെ പേരും പറഞ്ഞിട്ട്. മൂന്നാമത്തേത് നൂഹ് നബിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ നൂഹ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസ നടത്തിയിട്ട് പ്രാർത്ഥിച്ച് സഹായം ചോദിച്ചിട്ടുണ്ട്. നാലാമത്തെ കളവ് വകാന ഫീ സുൽബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ഇബ്രാഹിം നബിന്റെ മുതുകത്ത് ഈ പ്രകാശം ഉണ്ടായിരുന്നു. നഊദു ബില്ലാഹി മിൻ കുല്ലി ശർരിൻ വമിൻ കുല്ലി ഫിതൻ. ഇങ്ങനെ വായിച്ചു പോകുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത്രമാത്രം ഒരു സമുദായത്തിന്റെ അധോഗതി വിലയിരുത്താൻ വേണ്ടി പറയാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞ് കളവുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അവര് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്നതെല്ലാം മദ്ഹാണ്. എന്താ മദ്ഹ് എന്ന അറബി വാക്കിന്റെ അർത്ഥം? പ്രശംസ എന്നാണ്. പ്രശംസിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അയാളിൽ ഉള്ളതായിരിക്കണം, പറയാൻ അർഹതപ്പെട്ടതായിരിക്കണം, വ്യാജമാകാൻ പാടില്ല, കളവാകാൻ പാടില്ല. മദ്ഹ് എന്ന് പറഞ്ഞാൽ അംഗീകാരമാണ്, പ്രശംസയാണ്.
സുഹൃത്തുക്കളെ, നമ്മുടെ ഖുർആൻ ഏറ്റവും വലിയ മദ്ഹാണ് പറഞ്ഞിരിക്കുന്നത്. ബശീറൻ വനദീറാ റഹ്മത്തുൽ ലിൽ ആലമീൻ കാഫത്തൻ ലിന്നാസ്. എത്ര വായിക്കണ്ട്. ഏതെങ്കിലും പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വലല്ലേ നമുക്ക് ഖുർആൻ ഓതാന്ന് കേൾക്കലുണ്ടോ? നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഖുർആൻ. ഏതെങ്കിലും പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വലല്ലേ നമുക്ക് കുറച്ച് ഹദീസ് വായിക്കാം കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ വഹയാണ് ഈ രണ്ടെണ്ണം. അത് രണ്ടും ചർച്ച ചെയ്യാതെ ആരൊക്കെയോ ഏതൊക്കെയോ കിതാബിൽ എഴുതിണ്ടാക്കിയതൊക്കെ മദ്ഹാന്ന് പറഞ്ഞങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പള്ളി ദർസിലുള്ള കിതാബിൽ ഹദീസ് ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി എഴുതുകയാണ്, ലാ തത്റൂനി കമാ തറത്തിൻ നസാറാ ഇബ്നു മറിയം. ഹദീസിൽ വന്ന വാക്കാണ്. പള്ളി ദർസിൽ കിതാബ് പഠിപ്പിക്കുന്നുണ്ട്, ഹദീസ് ഗ്രന്ഥം ഇമാം ബുഖാരി തങ്ങളുടെ കിതാബിലുണ്ട്. നിങ്ങൾ എന്നെ ക്രിസ്ത്യാനികൾ ഈസാ നബിനെ പ്രശംസിച്ച പോലെ അമിതമായി വാവിട്ട് പ്രശംസിക്കരുത്, അതിര് വിട്ടുപോകരുത്. പറയാൻ പറ്റാതിന്റെ അപ്പുറം പറയാൻ പാടില്ല. കാരണം ഈസാ നബിനെ കുറിച്ച് അവരെന്തൊക്കെ പറഞ്ഞു? ദൈവപുത്രനാന്ന് പറഞ്ഞു, ദൈവമാണെന്ന് പറഞ്ഞു, എന്തെല്ലാം വാദിച്ചു. നിങ്ങൾ അക്കോലത്തിലാവരുത്. ഞാൻ ഞാൻ അള്ളാന്റെ അടിമയാണ്. ഫഖൂലൂ, നിങ്ങൾ പറഞ്ഞോളി, അബ്ദുല്ലാഹി വറസൂലു, അള്ളാന്റെ അടിമയാണ് റസൂലാണെന്നൊക്കെ പറഞ്ഞോളി. എന്നാൽ ഒരിക്കലും അതിരുവിട്ട പ്രയോഗങ്ങൾ നിങ്ങളിൽ വരാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്നു. എന്നാൽ അതിന് നേരെ വിപരീതമാണ് പള്ളികളിലും റാലികളിലും ജാഥകളിലും ഓടിക്കൊണ്ടിരിക്കുന്ന വരി. എന്താ? മൗലിദിൽ പറയാണ്, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. നാളെ ഞങ്ങളെ നരകത്തുനിന്ന് രക്ഷിക്കുന്ന മുഹമ്മദ് നബിയേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മളെ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും നരകത്തുനിന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് നബിതങ്ങൾ എന്ന വാചകം അവിടെ കൊടുത്തു. സത്യത്തിൽ എന്താണ് ഇസ്ലാമിന്റെ സമീപനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഫാത്തിമ, ഞാൻ നിന്റെ ബാപ്പയാണ്. ഞാൻ ഒരുപക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നിലക്ക് എനിക്ക് ദുനിയാവിൽ നിനക്ക് തരാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. അൻഖിദീ നഫ്സകി മിനന്നാർ. ഫാത്തിമ, നീ നിന്റെ തടിയ നരകത്തുനിന്ന് കാത്തോളണം, നീ തന്നെ രക്ഷപ്പെടാനുള്ളത് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യനും സ്വർഗത്തിലെത്താൻ കഴിയൂല അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും ഇല്ലാതെ ഒരാൾക്കും കയറാൻ പറ്റൂല. സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് പറ്റുമോ? ലാ, എനിക്കും പറ്റൂല. വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മ. അള്ളാന്റെ ഫദ്ലും അള്ളാന്റെ റഹ്മത്തും എനിക്ക് കിട്ടാതെ എനിക്ക് പോലും സ്വർഗത്തിലെത്താൻ കഴിയൂല. അപ്പൊ നമ്മളെ നരകത്തുനിന്നൊക്കെ രക്ഷിക്കുന്നത് നബിയാണെന്ന പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും കടന്നു പോന്നാൽ സുബ്ഹാന മൗലിദ് വായിച്ചു നോക്ക്. അൻത ഗഫാറുൽ ഖതായാ വദ്ദുനൂബിൽ മുബിഖാതി അൻത സത്താറുൽ മസാവി. നബിയെ, പാപം പൊറുക്കുന്നത് നിങ്ങളാണ്, മഹാദോഷങ്ങൾ പൊറുക്കുന്നത് നിങ്ങളാണ്, എല്ലാ ദോഷങ്ങളും മൂടി വെക്കുന്നത് നിങ്ങളാണ്. പാപം പൊറുത്തുന്നത് നബിയാണോ? നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത് നബിനോടാണോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചോദ്യം, അല്ലല്ലാതെ ആരാ നിങ്ങളുടെ പാപം പുറത്തു തരാനുള്ളത്? ഇത് സാധുക്കളെ കുറ്റം പറയാൻ കഴിയില്ല. ആ മനുഷ്യന്മാർ ഇതിന്റെ വാക്കിന്റെ അർത്ഥം അറിയില്ല. അവരാരും അറബി കോളേജ് പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. അർത്ഥം അറിയുന്ന ഒരു മനുഷ്യർക്ക് ഇത് ചെല്ലാൻ കഴിയില്ല. ഇത് പ്രവാചകനെ പറ്റി പറയാൻ പാടില്ലാത്തതാ. അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. സലാം വൈത്ത് എന്നാണ് ബൈത്തുണ്ട്. പാപം പൊറുക്കുന്ന നബിയെ, പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുന്ന നബിയെ എന്ന് പറഞ്ഞിട്ടാണ് ആ വരികൾ ആരംഭിക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ള, പലപ്പോഴും ആഘോഷങ്ങളിൽ ബുർദ കവാലികളിട്ട് ഭയങ്കരമായ ശബ്ദഘോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാക്കുന്ന ഈ ബുർദകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ എന്താ അവസാനം പാടി പാടി പറയണത്? യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. എനിക്ക് വിഷമവും സങ്കടവും പ്രയാസമൊക്കെ വരുമ്പോൾ നബി നിങ്ങളല്ലാതെ ആരെനിക്കുള്ളത്?
ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങളിലൊക്കെ ആരോടായിരുന്നു സങ്കടപ്പെട്ടത്, ആരോടായിരുന്നു പറഞ്ഞിരുന്നത്? സുഹൃത്തുക്കളെ, ഞാനത് അവസാനിപ്പിക്കാം. ആ വിഷയം അവിടെ അവസാനിക്കട്ടെ. പഠിക്കേണ്ടവർക്ക് ഇതൊക്കെ പഠിക്കാനുള്ള വേദിയാണ്. ഇതൊരു വൈരാഗ്യം തീർക്കാനോ വാശി തീർക്കാനോ പറഞ്ഞതല്ല. നമുക്കൊരു നിലപാടുണ്ടാവണം. അത് ചെയ്യുന്നവര് ചെയ്തോട്ടെ, ചെയ്യാത്തവര് ചെയ്യണ്ട, നമ്മളൊന്ന് എതിർക്കാൻ പോണ്ട. ഇത് നിലപാടാണ്. നമ്മൾ ഒരു ഭാഗത്ത് നിൽക്കുക, ഒന്നുകിൽ ഹക്കിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ ബാത്തിലിന്റെ കൂടെയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. മാബൈന വേണ്ട, ഇടയിൽ കടന്ന് കളിച്ചിട്ടുണ്ട് പരിപാടി ഉണ്ടല്ലോ, അതത്ര ശരിയല്ല. ഹക്കിന്റെ കൂടെ നിൽക്കുക, ഹക്ക് പഠിച്ചിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞാൽ, ഞാൻ മരിച്ചാൽ, സഹാബത്ത് മരിച്ചാൽ, പ്രിയപ്പെട്ട ഉത്തമരായ തലമുറ മരിച്ചാൽ, ലോകത്ത് ഒരുപാട് മനുഷ്യന്മാർ പിന്നെയുണ്ടാകും. ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എന്റെ കാലശേഷം നിങ്ങൾ ജീവിച്ചാൽ, ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പല വിഷയത്തിലുണ്ടാവും. നമസ്കാരം മുതൽ എന്ത് മരണ വീട്ടിലും ഏത് കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. എന്താ ചെയ്യാ? ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് എന്താന്ന് നോക്കിയിട്ട് നിങ്ങൾ അതങ്ങ് മുറുകെ പിടിക്കണം. അല്ല, കാരണവർക്ക് ഇഷ്ടല്ല, അല്ല നാട്ടിലൊന്നും അങ്ങനല്ല, അല്ല എല്ലാരും അങ്ങനല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഫഅലൈക്കും ബിസുന്നതി, ആ വിഷയത്തിൽ എന്റെ സുന്നത്ത് എന്താണ് നോക്കിയിട്ടത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയ്യീൻ അർ-റാഷിദീൻ, എന്റെ സച്ചരിതരായ പിൻഗാമികളായ എന്റെ പ്രിയപ്പെട്ടവരുടെ ചര്യ എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അത് മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, വിടരുത്. ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ബഹിഷ്കരിക്കും, പരിഹസിക്കും. സഹിക്കാനുള്ള മനസ്സുണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ടവർ സുമയ്യ ബീവി മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹു മുതൽ ഇസ്ലാം സ്വീകരിച്ച മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മക്കയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പ്രഹരമേറ്റ് തലകറങ്ങി വീണ പല സംഭവങ്ങൾ ഉണ്ടായത് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതുവരെ ആരും വേദനിപ്പിച്ചിട്ടില്ല. അന്ന് മുതൽ ഇസ്ലാമിന്റെ മാർഗം സ്വീകരിച്ചാൽ പല പ്രശ്നങ്ങളും വേദനകളും നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. നബി തങ്ങൾ പറഞ്ഞു, എന്തൊരു കാര്യം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഉത്തമരായ മനുഷ്യരെ നോക്കണം. അതാരാ? ഖൈറുന്നാസി ഖർനി, എന്റെ തലമുറയാണ് ഉത്തമരായ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. ആദ്യത്തെ 3 നൂറ്റാണ്ട് അവരെങ്ങനെ സ്നേഹിച്ചു? അവർക്ക് റബീഉൽ അവ്വൽ എങ്ങനെയായിരുന്നു? അവർക്ക് റബീഉൽ അവ്വൽ 12 എന്തായിരുന്നു? അവരെക്കാൾ വലിയവരാണോ നമ്മളൊക്കെ? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ഭാര്യമാര്, നബി തങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരം പണയം വെച്ച സ്വഹാബത്ത്, സ്വഹാബത്തിനെ പിന്തുടർന്ന് ജീവിച്ച താബിഈങ്ങള്, അവരെ പിന്തുടർന്ന് മാതൃക കാണിച്ച തബഉ താബിഈങ്ങളൊക്കെ ജീവിച്ച കൊല്ലമേതാ? മാരിയത്തുൽ ഖബീത്തിയ എന്ന നബി തങ്ങളുടെ ഭാര്യ മരിക്കുന്നത് ഹിജ്റ 16-ലാണ്. അതുവരെ റബീഉൽ അവ്വൽ 12 ഉണ്ടായിരുന്നു. എന്താണ് അവരൊക്കെ ചെയ്തത്? ഒന്ന് തുറന്ന് വായിച്ചു നോക്കി, കാണില്ല. അവസാനമായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് ഹിജ്റ 58-ലാണ്. അത്രയും വർഷങ്ങൾ അവർക്ക് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവരുടെ ആഘോഷം എന്ന് ചോദിച്ചു നോക്ക്. ആദ്യത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഹിജ്റ 13-ലാണ്. അത്രയും വർഷങ്ങൾ അബൂബക്കർ തങ്ങൾ എങ്ങനെയാ സ്നേഹിച്ചത്. അവസാനത്തെ മാലിക് ഇമാമിന്റെ, ഷാഫി ഇമാമിന്റെ കാലം കഴിഞ്ഞ് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത് ഹിജ്റ 241-ലാണ്. ഹിജ്റ 241-ലാണ് ഇമാം അഹ്മദ് തങ്ങൾ മരിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാ സ്നേഹിച്ചത്? ഒരൊറ്റ കിതാബിലെ ഒരു സെന്റൻസ് പോലും ഈ ആഘോഷത്തിനെ കുറിച്ച് ചർച്ചയില്ല. എന്തുകൊണ്ടാണ്? അവർക്കിത് അറിയില്ല, അവരിത് കണ്ടിട്ടില്ല. ഇത് പിൽക്കാലത്ത് ഷിയാക്കൾ കൊണ്ടുവന്ന സ്വഹാബത്തിന് അറിയില്ല, താബിഈങ്ങൾക്ക് അറിയില്ല. ഷിയാക്കൾ ഇങ്ങനെ ഓരോ ചടങ്ങുകൾ ഉണ്ടാക്കും. അവർക്ക് മൗലിദുകളുണ്ട്, അവർക്ക് മഖാമുകളുണ്ട്, അവർക്ക് ഉറൂസുകളുണ്ട്, അവർക്ക് കള്ള ത്വരീഖത്തുകളുണ്ട്, അവർക്ക് കള്ള സ്വലാത്തുകളുണ്ട്, അവർക്ക് പല കള്ളക്കഥകളുമുണ്ട്. അതുപോലെ ഏറ്റുപിടിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറിയാലുള്ള ദുരവസ്ഥ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നബി തങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന നന്മകളൊക്കെ നിങ്ങൾ അങ്ങ് മുറുകെ പിടിക്കാം. എന്തൊരു കാര്യം അരുതേ ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാതിരിക്കുക. അതന്നെയാണ് സ്നേഹിക്കല്. പിന്നെ എതിർക്കലല്ല. നബി തങ്ങൾ പഠിപ്പിച്ചത് പിൻപറ്റലാണ് സ്നേഹം. നബി തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ സകല തിന്മകൾ ഒഴിവാക്കലാണ് സ്നേഹം.
അങ്ങനെ ജീവിതം കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. എന്നാൽ ദീനിലില്ലാത്ത ഏതെങ്കിലും ദിക്റോ പ്രാർത്ഥനകളോ ആചാരങ്ങളോ ആഘോഷങ്ങളോ കൊണ്ടുവന്നാൽ അത് ബിദ്അത്താണ്, മതത്തിൽ ഇല്ലാത്തതാണ്. അതുണ്ടാക്കിയ മനുഷ്യൻ, അത് ചെയ്യുന്ന മനുഷ്യന്റെ തൗബ സ്വീകരിക്കൂല. പടച്ചോനെ പുറത്തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പടച്ചോനെ എന്റെ തൗബ സ്വീകരിക്കണമെന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഹജബത് തൗബ, അല്ലാഹു തൗബ തടയും, അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ, ബിദ്അത്തായ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരെ, ഹത്താ യദഅ ബിദ്അതഹു, അവൻ അത് ഒഴിവാക്കുന്നത് വരെ. എന്നാണോ അയാൾ ജീവിതത്തിൽ അത് ഒഴിവാക്കുന്നത്, അതുവരെ ആ മനുഷ്യരുടെ തൗബ പോലും തടയപ്പെടുമെന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരിക്കലും അല്ലാഹുവിന്റെ പേരിലും റസൂലുള്ളാഹി തങ്ങളുടെ പേരിലും അറിവില്ലാത്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയൊക്കെ പറഞ്ഞാലുള്ള ഗൗരവം, അമ്മൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അല്ലാഹുവിനെ പറ്റി പറഞ്ഞാൽ, ഫഹുവ അശദ്ദു ഹാദിഹിൽ മുഹറമാത്തി തഹരീമ, ഏറ്റവും വലിയ ഹറാമും വലിയ ഗൗരവമായ കാര്യമാണ്. അഅ്ളമു ഇസ്മ, ഏറ്റവും വലിയ പാപമാണ്. വഅലൈഹി ഉസ്സിസത്തിൽ ബിദ്അ വല്ലലാലാത്ത്, ലോകത്തുള്ള എല്ലാ ബിദ്അത്തും പിഴച്ച വാദങ്ങളും വരുന്നതൊക്കെ ഇത്തരത്തിൽ ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. ഫകുല്ലു ബിദ്അത്തിൻ മുദില്ലത്തിൻ ഫിദ്ദീനി, അല്ലാഹുവിന്റെ മതത്തിൽ പുതുതായി വല്ലതും ഉണ്ടാക്കി ചേർത്താൽ അവനെല്ലാവരും അസാസുഹാൽ ഖൗലു അലല്ലാഹി ബിലാ ഇൽം, അല്ലാഹുവിനെ പറ്റി ഇല്ലാത്ത കളവ് പറയാതെ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റൂല. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള വെറുപ്പുള്ള കാര്യമാണ് ദീനിൽ ഇല്ലാത്തതൊരു മനുഷ്യൻ കെട്ടിണ്ടാക്കി നടക്കുക. അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള കാര്യം ബിദ്അത്ത് ഉണ്ടാക്കലാണ്. ഖാല അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ്, മഹാപണ്ഡിതനായ ഇമാം സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മസ്ദാദ സാഹിബു ബിദ്അത്തിൻ ഇജ്തിഹാദൻ, ആരെങ്കിലും ബിദ്അത്ത് ചെയ്യാൻ ദീനിലില്ലാത്ത ആരാധനാ കർമ്മങ്ങൾക്ക് പ്രയത്നിക്കും തോറും, ഇല്ലാ സാദ മിനല്ലാഹി അസ്സ വജല്ല ബഅദായ, അല്ലാഹുവിന്റെ ഏകന്ന വിദൂരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുക്കല്ല, അയാൾ അല്ലാഹുവിന്റെ ശത്രുവായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യം പഠിക്കാം. എന്നിട്ട് അഭിപ്രായത്തിൽ അതിൽ നമ്മൾ സുന്നത്തിനോട് പിൻപറ്റുക. ലോകം മുഴുവൻ നമുക്കെതിരായിരുന്നാലും, ബാപ്പ നമുക്കെതിരായിരുന്നാലും, മക്കളെതിരുന്നാലും, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ, മഹല്ല് മുഴുവൻ നമ്മളെ കള്ളനാക്കിയാലും പുത്തൻവാദിയാക്കിയാലും തീവ്രവാദിയാക്കിയാലും ഞാൻ ഈ ഹക്കിലാണെന്ന് ഉറച്ചു പറയാനുള്ള തൻ്റെ ഇടവും ഈമാനും കരുത്തും നേടിയെടുക്കുക. അള്ളാഹു നമുക്കെല്ലാം പരലോകത്ത് വിജയിക്കുന്ന യഥാർത്ഥ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച ജീവിതത്തെ തഖ്വയിലായി ക്രമീകരിക്കണം. സുന്നത്തുകളെ മുറുകെ പിടിച്ച് ബിദ്അത്തുകളെ കൈവടിഞ്ഞ് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമാറാകട്ടെ. പരലോക വിശ്വാസം എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനിവാര്യമായ ഘടകമാണ്. എപ്പോൾ അള്ളാഹുവിൻ്റെ പരലോകത്തിനെ മറന്ന് മനുഷ്യന്മാർ ജീവിക്കാൻ തുടങ്ങുന്നോ, ഇവിടെ അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും. 13 വയസ്സുകാരി കൊട്ടേഷൻ കൊടുക്കുന്ന കാലം, 17 വയസ്സുകാരൻ കൊല്ലുന്ന കാലം, വ്യത്യസ്ത തരത്തിലുള്ള ലഹരി കേസുകൾ വ്യാപിക്കുന്നൊരു പുതിയ കാലം, ജൻസി പിള്ളേരുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു നിലക്കുമുള്ള പരിഗണനയുമില്ലാതെ സ്വന്തം അച്ഛനെ 18 മാസം ജയിലിൽ കൊണ്ടുപോയി കിടത്തുന്ന മക്കൾ, എന്തെല്ലാം വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരലോക കോടതി എന്ന ബോധ്യം നഷ്ടപ്പെട്ടാലുണ്ടല്ലോ നമ്മൾ ശൈത്താനിയത്തിൻ്റെ ജീവിതത്തിലേക്ക് മാറും.
ഏത് ക്രൂരതയും ചെയ്യാൻ നമുക്ക് മടിയില്ലാതെയായി മാറും. ഏത് നെറികേടിലും ഒരു മനുഷ്യൻ ചെന്ന് വീഴും. ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പഠിച്ചു വെക്കേണ്ട ആയത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ 74-ാമത്തെ ആയത്ത്. ഒരു കുഞ്ഞായത്തിലൂടെ അല്ലാഹ് പറയാ, വഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി, മുഅ്മിനീങ്ങളായി അല്ലാഹുവിന്റെ പരലോകത്തിൽ ഈമാനില്ലാത്ത, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ അനിസ്സിറാത്തി ലനാകിബൂൻ, സത്യത്തിന്റെ നേർമാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിച്ച് കളയുന്നതാണ്. അവർ പിന്നെ പിടുത്തം വിട്ട ജീവിതം ഉണ്ടാവുക. അവർ തിരിഞ്ഞിടത്തേക്കുള്ള അവരെ തിരിച്ചു കൊണ്ടുപോകും. അവർ നാശത്തിന്റെ വക്കിലേക്ക് എത്തും. ലോകം ഇങ്ങനെ കുതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. അവസാന കാലഘട്ടം വരും. അതിവേഗതയിൽ എൻ്റെ സമുദായത്തിന്റെ സമയം കടന്നു പോകും. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനെ വിശക്കുന്ന കഴുകന്മാര് വേട്ടയാടുന്ന പോലെ എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ റാഞ്ചി എടുക്കാൻ ശ്രമിക്കും. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വിമർശനങ്ങൾ, ഭയങ്കരമായ വിമർശനങ്ങൾ എല്ലാം എൻ്റെ ഉമ്മത്തിനെ ഇങ്ങനെ എല്ലാവരും വേട്ടയാടാൻ ശ്രമിക്കും. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അന്ന് മുസ്ലിമീങ്ങൾ എന്തായിരിക്കും അവസ്ഥ എന്നറിയുമോ? മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടിയ ചപ്പുചണ്ടികളെ പോലെയായിരിക്കും. കുറെ ഉണ്ടാവും വേഷം കെട്ടി നടക്കാൻ. മുസ്ലിമാന്ന് പറയാൻ നമുക്ക് നാണം തോന്നിപ്പോകും. മലവെള്ളപ്പാച്ചിലിൽ കുമിഞ്ഞുകൂടിയ ചപ്പുചണ്ടി എന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയ വാക്ക് എന്താ വേണ്ടത്? വഹയ്യാണ് പറഞ്ഞത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, അത് കുറച്ച് മുസ്ലിങ്ങളായതുകൊണ്ടാണോ എല്ലാ ശത്രുക്കളും നമ്മളിങ്ങനെ വേട്ടയാടുന്നത്? ബൽ കസീറൂൻ, അല്ല, കുറച്ചൊന്നുമല്ല, ധാരാളം മുസ്ലിമീങ്ങൾ പെർസെന്റേജിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. അവർക്കെന്താണ് പ്രശ്നം നബിയേ? ഹുബ്ബുദ് ദുനിയാ, ദുനിയാവിനോടുള്ള വല്ലാത്ത പ്രേമമായിരിക്കും. പരലോകം വിടും. വകറാഹിയത്തിൽ മൗത്ത്, മരിക്കാന്നുള്ളത് വെറുപ്പായി മാറും. മരിച്ച കിട്ടണ അതാപ് ആലോചിച്ചിട്ടു പരലോകത്ത് എത്തിപ്പെടാന്നുള്ളത് വലിയ ഇഷ്ടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറും. എൻ്റെ ഉമ്മത്ത് മാറുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീന് പറയുന്ന വാക്കുണ്ട്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുത്ത മതം ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിന് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പെരുമാറ്റങ്ങളിലും ഒരു ചിട്ടയുണ്ട്. എല്ലാ മതങ്ങളും നല്ലതാണ്, എല്ലാ മതങ്ങളും സ്വീകരിച്ചോളും, എല്ലാം മാനുഷികമാണ്, എല്ലാം ദൈവികമാണെന്ന് ഇസ്ലാം പറയൂല. പലതരം മതങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ വായിച്ചു നോക്കി നിങ്ങൾ, എത്ര മതങ്ങളുണ്ട്. ഇവിടെ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർവ്വമത സത്യവാദമാണ്. എല്ലാ മതവും ശരിയാണ്. എന്തിന്? അമുസ്ലിമായ മനുഷ്യന് വരെ മയ്യിത്ത് നിസ്കാരം പള്ളി കൊണ്ടുപോയിട്ട് മയ്യിത്ത് നിസ്കരിച്ചിട്ട് ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, ഖുർആനെ ശരിക്ക് വായിച്ചത് ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന സർവ്വമത സത്യവാദികളുടെ എല്ലാ ഉള്ളും പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കരമായ ഫിത്നകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിലാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ആലോചിച്ച് നോക്ക്, ഒരു സകല ഗുലാബിയായി ഇന്ന് മുസ്ലിമീങ്ങൾ മാറുക. അവൻ ക്രിസ്മസ് വന്ന തൊപ്പിട്ട് ചാടി കളിക്കും. അവൻ അപ്പൂപ്പനായി മാറും. അവനക്ക് പ്രശ്നമില്ല, അവൻ സ്റ്റാർ കെട്ടിത്തൂക്കും. മറ്റു മതത്തിന്റെ ആഘോഷം വന്നാൽ അതിന്റെ വേഷം കെട്ടും, അതിന്റെ കളി കളിക്കും, അതിന്റെ ആശംസകൾ നേരും. അതുമ്മ വെച്ച് അവൻ എന്തും ചെയ്യും. അവനക്ക് പ്രശ്നമില്ല. സുഹൃത്തുക്കളെ, ബലിപെരുന്നാൾ വന്നാല് നമ്മുടെ പോത്തിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി അവൻ വിതരണം ചെയ്യാൻ സഹായിച്ചെങ്കിലേ ഇവിടുത്തെ ഒരു മറ്റു മതസ്ഥന് ഇവിടെ സൗഹാർദ്ദമുള്ളവനാന്ന് പറയാൻ പാടുണ്ട്. നമുക്ക് ആവില്ലല്ലോ. അത് നമ്മുടെ മുസ്ലിമിന്റെ ആചാരമാണ്. അതിന് വേറെ ആരും സഹായിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും അതുപോലെ, എന്തിനേറെ അവരൊക്കെ മാറി നിൽക്കുന്നത്, ഞങ്ങൾ ഇതൊന്ന് ആഘോഷിക്കട്ടെ എന്ന കോലത്തിലേക്ക് ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ടവരെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ഇതിനാരെങ്കിലും എതിർക്കുന്നവരാണ് ഇപ്പൊ തീവ്രവാദി. ഇതിങ്ങനെ നമ്മൾ പോകാൻ പറ്റില്ല. ഇത് നമ്മളെ ദീനിനെ ബാധിക്കുന്ന പറയുന്നവരൊക്കെ വമ്പിച്ച പരാജയക്കാരായി മാറും. ഇത് ചെയ്യുന്നവരൊക്കെ നല്ല മുസ്ലിങ്ങൾ, ഇത് ചെയ്ത് ആഘോഷിച്ച് നടക്കുന്നവരൊക്കെ നല്ല ലിബറൽ മുസ്ലിമീങ്ങൾ. അവർക്ക് എന്തോരം നല്ല മനുഷ്യന്മാരാ. യഥാർത്ഥ ദീനനുസരിച്ച് ഒരു മനുഷ്യൻ മാറിന്നാല് അയാളെ ശ്രദ്ധിക്കണം. അയാൾ കുറച്ച് ഓവറാണ്. ആരാ പറയണത്? ഈ നമ്മൾ തന്നെ പറയാണ്. എന്താ അവരൊക്കെ ചെയ്യണ്ടല്ലോ, ഇവര് ചെയ്യണ്ടല്ലോ. ക്യാമ്പസുകളിലും അങ്ങാടികളിലും എന്താ പറഞ്ഞോ, ഭൂരിഭാഗം ആൾക്കാരും അതിനോട് സഹകരിക്കണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത്ര
ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് ഈ ഇസ്ലാമിനൊരു തനതായ വ്യക്തിത്വമുണ്ട്. അത് കളഞ്ഞുകൊണ്ടൊരു സൗഹാർദ്ദമില്ല. എന്നാൽ ഒരു മനുഷ്യനെ വേദനിക്കുന്ന ഏത് മനുഷ്യനും വെള്ളം കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, രോഗിയാണെങ്കിൽ സഹായിക്കാൻ നമ്മൾ സന്നദ്ധനാണ്. അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ ഒരിക്കലും ഏറ്റെടുക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ശക്തമായ താക്കീത്. ഇത് വെറുപ്പല്ല, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി പറയുന്ന വാക്ക. എന്തിനേറെ എന്നാലോചിച്ചു നോക്ക്, മുസ്ലിമീങ്ങളുടെ അകത്ത് പോലും നടന്നുകൊണ്ടിരിക്കുന്ന മാമൂലുകളുടെ പേക്കുത്താണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആഘോഷം തുടങ്ങുക. കുഞ്ഞ് ജനിച്ചത് മുതൽ ഒരു ആദ്യത്തെ ഒരു പല്ല്, പാൽപ്പല്ല് എന്ന് പറയും, പല്ല് മുളച്ചു വന്നാൽ പല വീടുകളിലും ആഘോഷമാണ് പല്ലട. എന്നിട്ട് അതിൻ്റെ പേരിൽ പല അടകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ആഘോഷം, എന്നിട്ട് അത് സെലിബ്രേഷൻ. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാൽ വേറെ ആഘോഷം, കുളിക്കല്യാണം. എന്നിട്ട് ഓളെ കുട്ടിനെ റെഡിയാക്കി നിർത്തി അത് ആഘോഷിച്ച് സെലിബ്രേഷൻ ചെയ്ത് കേക്ക് മുറിച്ച് അത് സ്റ്റാറ്റസ് ഇട്ട് ഭയങ്കര ആഘോഷമായി. ഇതൊക്കെ ഇസ്ലാമാണെന്ന് നാട്ടുകാരിങ്ങനെ വിചാരിക്കുക. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അതേപോലെ തന്നെ പള്ളകാണൽ, എന്തൊക്കെ മാമൂലുകൾ കൊണ്ടാണ് ഈ ഉമ്മത്തിൽ ശാപമായി ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ദീനിനകത്ത് ഒരു മര്യാദയൊന്നുമില്ലേ? ആർക്കും എന്തുമാകാമെന്നാണോ? എങ്ങനെയും ജീവിക്കാമെന്നാണോ? പണമുണ്ടെങ്കിൽ ധൂർത്തടിക്കാമെന്നുള്ളതാണോ എൻ്റെ വിധി? ഇസ്ലാം അവിടെയൊക്കെ എത്ര മര്യാദ പറഞ്ഞു. എത്ര മനുഷ്യന്മാർ ദുരിത ജീവിതം അനുഭവിക്കുന്നു. എത്ര മനുഷ്യർ ആശുപത്രിയിൽ ഒരു ശ്വാസത്തിന് വേണ്ടി നെടുവീർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണമുണ്ടെന്നൊരൊറ്റ ധിക്കാരത്താൽ മാത്രം സകല തോന്നിവാസങ്ങളും കുടുംബങ്ങളിലേക്ക് ആഘോഷിക്കാൻ കൊണ്ടുവന്ന് നിറക്കുന്ന ആൾക്കാരൊക്കെ ആലോചിച്ചോളിയും. ഞാനും എൻ്റെ ദീനും തമ്മിൽ എന്ത് ബന്ധമുള്ളതെന്ന് ചിന്തിക്കാം. ഇത് പറയുന്നവർ മുഴുവൻ പ്രശ്നക്കാരും ചെയ്യുന്നവരൊക്കെ നല്ലവരുമാണ് എന്നുള്ള ധാരണ നമ്മൾ തന്നെ തിരുത്താൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീനിനോട് കളിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ചാൽ, അതിനെ മാറ്റിവെച്ചാൽ നമ്മൾ വലിയ പരാജയത്തിലേക്കാണ് പോകുന്നത്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദീനാണ്. യാ ബനിയ, പൊന്നുമക്കളെ, ഇബ്രാഹിം നബി വസിയത്ത് കൊടുക്കുകയാണ്. യാ ബനിയ, പൊന്നുമക്കളെ, നിങ്ങൾക്ക് അല്ലാഹ് ഈ ദീന് തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമിന്റെ ഒരു ആചാര അനുഷ്ഠാന മുറക്രമീകരണങ്ങൾ പാലിക്കുന്നവനായിട്ട് മരിക്കാൻ കഴിയണം. അതിന് കുടുംബത്തിൽ ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തൽ, നേരത്തെ പറഞ്ഞ അതേപോലെയാണ്. നാട്ടിൽ നടക്കുന്ന ഇന്ന് ഈ അടുത്തൊരു വിവാഹവുമായി ബന്ധപ്പെട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പൊട്ടിക്കരഞ്ഞ വിഷമത്തോടെ പറയണം, ഉസ്താദേ, ഒരൊറ്റ കല്യാണം, കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായത് 12,000 രൂപയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും വസ്ത്രം വേണമെന്ന് പറഞ്ഞിട്ട് അടുത്ത കല്യാണത്തിന് അടുത്ത വസ്ത്രം വേണം, അടുത്ത വീട് താമസത്തിന് അടുത്ത വസ്ത്രം വേണം. ഒരാൾക്കല്ല, എല്ലാവർക്കും. കാരണം ഒരു ഫോട്ടോയിൽ ഒരു രൂപത്തിലുള്ള ഡ്രസ്സേ പറ്റൂ, അടുത്ത ഫോട്ടോയിൽ വേറെ ഡ്രസ്സ് വേണം. എന്തിന്? കല്യാണത്തിന്റെ തലേന്ന് വേറെ ഡ്രസ്സ്, രാവിലെ വേറെ ഡ്രസ്സ്, ഉച്ചക്ക് വേറെ ഡ്രസ്സ്. തിളങ്ങി നടക്കുക. പാവപ്പെട്ട മനുഷ്യന്മാർ പണം കൊണ്ട് പ്രയാസപ്പെട്ട് ജീവിക്കാനുള്ള പണത്തിന് വേണ്ടി നരകപ്പാടുകൾ അനുഭവിച്ചു കൂട്ടിയിരിക്കുന്നു. ഈ ഒന്നും ചിന്തിക്കാത്ത സുഖലോലുപതയുടെ മടിത്തട്ടിൽ പുതിയ കാലഘട്ടത്തിലെ ആളുകൾ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് കഠിനമായി അധ്വാനിക്കേണ്ടവരാണ്. നല്ല പോലെ അറിവുള്ളവരായി മാറണം. വിദ്യാർത്ഥി കാലഘട്ടത്തിലെ പുതിയ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾ, അവർക്ക് ദീനിയായ അറിവ് കൊടുക്കുന്നതിന്റെ ഭാഗമായി, അവരെ ശരിക്ക് സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 27-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമായ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് വിദ്യാർത്ഥിനികൾക്കൊരു സമ്മേളനം നടക്കുക. ശരിക്കും അവരെ ഹക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ പെൺമക്കളെ, 13 വയസ്സ് കഴിഞ്ഞ പെൺമക്കളെ എല്ലാം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് അവരെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സഹോദരങ്ങൾ, നമ്മുടെ പള്ളി പ്രവർത്തനങ്ങൾ അതിൻ്റെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ഒരു പള്ളിയുടെ തൊട്ട് പരിസരത്തായി മദ്രസയുടെ പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെ വിവരങ്ങൾ അറിഞ്ഞിരിക്കും. അൽഹംദുലില്ലാ, 43,50,50,000 രൂപ നമ്മളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ട്. 70 ലക്ഷമാണ് നമ്മുടെ ടാർഗറ്റ്. ഇനി 26 ലക്ഷം കൂടെ ആവശ്യമുണ്ട്. കഴിയാവുന്നവരൊക്കെ ഇതിനും അതുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇന്നത്തെ നമ്മുടെ പള്ളി പരിപാലന ഫണ്ടിലേക്ക് അകമഴിഞ്ഞ് സഹായിച്ച് അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിനോടുള്ള ഒരു സ്നേഹവും മഹബത്തും സൂക്ഷിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും ആശുപത്രി കിടക്കയിൽ കഴിയുന്നവരുണ്ട്. തലശ്ശേരിയിലുള്ള നമ്മുടെ ഒരു സഹോദരൻ സ്കിൻ ക്യാൻസർ ബാധിച്ച് ചികിത്സകൾ
അറ്റുപോയതുപോലത്തെ അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് പൂർണ്ണമായ ശിഫയുള്ള ആശ്വാസമായി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശക്തി കൊണ്ട് അള്ളാഹു തആല അവൻക്ക് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ ഇണകളിലൂടെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മുസ്ലിമായതിൻ്റെ പേരിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. ഫലസ്തീനിൻ്റെ കണ്ണീരണിഞ്ഞ വാർത്തകൾ, ജനാസകൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഞങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. ഞങ്ങളുടെ സങ്കടവും വിഷമവും അറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ നീ ആ രാജ്യത്തിന് നിർഭയത്വവും സമാധാനവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.